അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി പഴുത്ത പഴം കൊണ്ടുള്ളൊരു സ്നാക്സാണ്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റും. ഒരു തവ വെച്ച് കൊടുത്ത് അത് നന്നായി ചൂടായാൽ അതിലേക്കൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മെൽട്ടാക്കി എടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങ ഫുള്ള് ചിരകിയതായിരിക്കണം. അത് ഇട്ട് കൊടുത്ത് ഈ പഞ്ചസാരയുടെ കൂടെ നന്നായി വിളയിച്ചെടുക്കാം. തേങ്ങയും പഞ്ചസാരയും നന്നായി വിളയിച്ച ശേഷമേ പഴം ഇടാൻ പാടുള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ഇനി ഒരു 4 പഴം ചെറിയ പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴമാണ്. നന്നായി പഴുത്ത പഴമായ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് കറുപ്പടിച്ച പഴമൊക്കെ ഉള്ള അതുപോലെയുള്ളത്. ഇനി 3 കൂടി നന്നായി വിളയിച്ചെടുക്കുക. പഞ്ചസാരയും തേങ്ങയും പഴവും കൂടി. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സിന്. പഞ്ചസാര നോക്കിയിട്ട് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെന്നവർക്ക് അതിനനുസരിച്ചിടാം. ഇനി ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പഴം ഉടനെ കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ. ഇതൊക്കെ കൂടി നന്നായി വിളയിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. ഇനി ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഇത് എത്രത്തോളം വിളയിച്ചെടുക്കുന്നു അതിനനുസരിച്ചാണ് ഈ ടേസ്റ്റ് കൂടുന്നത്. ഏകദേശം പാകമായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ തവ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ചൂടായാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ പീസാക്കിയതായിരിക്കണം, അല്ലെങ്കിൽ ബോൾ ഷേപ്പിലാകുമ്പോൾ ഇത് പുറത്ത് വരും. അത്രയും ചെറിയ പീസാക്കി എടുക്കണം. ഇതുകൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ്. മുന്തിരി കൂടി ആഡ് ചെയ്ത് ഒന്ന് വിളയിച്ചെടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമായാൽ ഓഫ് ചെയ്യാം. ഇനി ഈ പഴത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഓഫ് ചെയ്ത പഴമാണിത്. ഇനി നന്നായി തണുക്കാൻ വയ്ക്കാം. നന്നായി ആറിയ ശേഷമേ ഇത് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴം വിളയിച്ചതുമൊക്കെ. തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ബോൾ ഷേപ്പിലാക്കി എടുക്കാം. നന്നായി വിളയിച്ചത് കൊണ്ട് തന്നെ നല്ല ഷേപ്പായി കിട്ടും. എല്ലാം ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച്
ബ്രെഡ് പൊടിച്ചതും കുറച്ച് പാലും കൂടി കരുതി വെക്കണം. ഇനി ഇത് കൊണ്ടുപോയി ആദ്യം പാലിലും പിന്നെ ബ്രെഡ് പൊടിച്ചതിലും മുക്കിയെടുക്കാം. പാലിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് വയ്ക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പത പോലെ വരും. അത് പാലിൽ മുക്കിയെടുത്തത് കൊണ്ടാണ്. പിന്നെ ബ്രെഡും അല്ലേ പുറത്ത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ചൂടാറിയ ശേഷമാണ് ഇത് നല്ല ക്രിസ്പിയായി ഉണ്ടായിരിക്കുക. ചൂടോട് കൂടി അത്ര ക്രിസ്പി ആയിരിക്കില്ല, പക്ഷെ ചൂടാറിയാൽ നല്ല ടേസ്റ്റും ക്രിസ്പിയുമാണ്. ഇനി ലോ ഫ്ലെയിമിലായിരിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലായാലും കുഴപ്പമില്ല. ചെറിയൊരു ബ്രൗൺ നിറമായാൽ നമുക്ക് കോരിയെടുക്കാം. എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുക്കുക. എടുക്കുമ്പോഴൊന്നും പൊട്ടിപ്പോകുകയൊന്നുമില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഈസിയുമായ ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം.